morning to all. Today we are going to discuss about the topic optimum or optimal capital structure. Optimum capital structure. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നല്ലേ. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇക്വിറ്റി മിക്സിനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ടിൽ നിന്നാണ് റേസ് ചെയ്യുന്നത്. ആ ഡിഫറെൻറ്റ് സോഴ്സസ് അതിൻ്റെ ആ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ മിക്സിനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്. ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. എവറി കമ്പനി വിഷസ് ടു ഹാവ് an optimum or most appropriate capital structure. The basic purpose of capital structure decision is to maximize the value of firm or shareholders' wealth. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ് ഫേം റേസ് ചെയ്യുന്ന ഫണ്ട് അല്ലേ, അത് ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ്, ആ ഡിഫറെൻറ്റ് സോഴ്സസിനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിലൂടെയാണ് ഫണ്ട് റേസ് ചെയ്താലാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് അല്ലെങ്കിൽ ഫേമിൻ്റെ ഏണിങ്സ് കൂട്ടാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. The capital structure which maximize the value of firm is called optimum capital structure. The capital structure which maximize the value of the firm is called optimum capital structure. Optimum capital structure simply refers to the best or most economical capital structure. It is the best or most economical capital structure. It is the mix of debt and equity that maximize the value of company and minimizes the cost of capital. അപ്പം ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ കമ്പനി ആൻഡ് മിനിമൈസസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി മിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് ഓവർ ക്യാപിറ്റലൈസേഷൻ, അതുപോലെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് ഫസ്റ്റ് വൺ ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻസ് more capital than actually required. It is the more capital than actually required. Therefore, in an overcapitalized company, the investor funds are not properly used. The investor funds are not properly used. Overcapitalization arises when the earnings of the company are not sufficient to give a fair rate of return on capital employed. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ് ഫേമിന് എത്ര ക്യാപിറ്റലാണോ വേണ്ടത് അതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ ഉള്ളതിനാണ് നമ്മൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ബിസിനസ് ഫേമിന് എത്രത്തോളമാണ് ഫണ്ട് ആവശ്യമുള്ളത് അതിനേക്കാളും ഫണ്ട് ബിസിനസ് ഫേമിൻ്റെ കൈവശമുണ്ടെങ്കിൽ നമുക്കതിന് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫണ്ട് അല്ലെങ്കിൽ കമ്പനി റേസ് ചെയ്തിരിക്കുന്ന ഫണ്ട് അവർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിനെ നമുക്ക് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാം. ഒരു കമ്പനിയിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് എന്താ, ഈ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്നും ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണൊക്കെ ആയിട്ട് എടുക്കുന്ന ഫണ്ടായിരിക്കും ഒരു ബിസിനസ് ഫേമിൽ ഉണ്ടാകുന്നത്. ആ ഫണ്ട് അവർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിന് നമുക്ക് എന്ത് പറയാം, ഓവർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ഫേം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലേ, അത് സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റേഴ്സിന് കറക്റ്റായിട്ട് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡാണ് കൊടുക്കുന്നത്, ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണം അല്ലേ. അതൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയ്ക്ക് നമുക്ക് ഓവർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ഫേം എന്ന് പറയാം. This is because the rate of earnings of an overcapitalized company will be lower in relation to rate of return employed by similar companies. സാധാരണ കമ്പനീസ് അവരുടെ
ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കുറവ് മാത്രമേ ഓവർ ക്യാപിറ്റലൈസ്ഡ് ഫേമിലുള്ള ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഓവർ ക്യാപിറ്റലൈസേഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിസിനസ് ഫേമിനുള്ള ഫണ്ട് അവർ കളക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് അവർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ അവസ്ഥയ്ക്ക് ഓവർ ക്യാപിറ്റലൈസേഷൻ ഓഫ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഓവർ ക്യാപിറ്റലൈസേഷൻ ഫലമായിട്ട് എന്തായിരിക്കും നമുക്കറിയാം, അവരുടെ ബിസിനസ്സിലെ ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുകയില്ല. അപ്പോൾ റിട്ടേൺ കിട്ടിയെങ്കിൽ മാത്രമേ, ഒരു ബിസിനസ് ഫേമിന് റിട്ടേൺ കിട്ടിയെങ്കിൽ മാത്രമേ അത് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എന്താ പറയുന്നത്, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാൻ സാധിക്കും. Over capitalization does not mean excess capital. It only means the existing capital is not effectively utilized. എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ക്യാപിറ്റലിനാണ് പറയുന്നത് അല്ലേ, എക്സസ് ആയിട്ടുള്ള ക്യാപിറ്റലാണ്. പക്ഷേ ഇവിടെ കൂടുതലായിട്ടും ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻ ചെയ്യുന്നത് ബിസിനസ് ഫേമിലുള്ള എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അവർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിനാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ ഷോർട്ടേജ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, അവർ കളക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിനെ നമുക്ക് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാൻ സാധിക്കും. As a result, the rate of earnings and dividend payable to equity shareholders fall. ഓവർ ക്യാപിറ്റലൈസേഷൻ ഫലമായിട്ട് എന്തായിരിക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് കുറവായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫോൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ് പേയബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫോൾ. സംടൈംസ് ഓവർ ക്യാപിറ്റലൈസ്ഡ് കമ്പനി മേ ഹാവ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. ചില സമയത്ത് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റലും എന്ന് പറയാൻ സാധിക്കും. ദെൻ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കോസസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ്. ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ കോസസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ, ഓവർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ഓവർ ക്യാപിറ്റലൈസേഷൻ ഒരു കോസസ് ആണ് ഓവർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. സംടൈംസ് പ്രൊമോട്ടേഴ്സ് ഓവർ എസ്റ്റിമേറ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ആസ് എ റിസൾട്ട് ദേ റേസ് മോർ ക്യാപിറ്റൽ ദാൻ വാട്ട് ഈസ് ആക്ച്വലി റിക്വയർഡ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ കാരണങ്ങളിൽ ഒന്ന് പറയുന്നതാണ് ഓവർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റലാണ്. ഓവർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിനേക്കാളും കൂടുതൽ അവർ ഇഷ്യൂ ചെയ്യുന്നു. കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് ആയിരിക്കും ആ ബിസിനസ്സിന് എത്ര ക്യാപിറ്റലാണ് വേണ്ടതെന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ അവർ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. Second one, high cost of promotion. If a company has paid high promotional expenses by way of payment of promoter services, excessive price for goodwill, patent, etc., it will lead to over capitalized or over capitalization. എന്ന് വെച്ചാൽ പ്രൊമോഷൻ കോസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസസ് ആണ്. എന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സിന് കൊടുക്കുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫറെൻറ്റ് സർവീസസ് ഒക്കെ ഉണ്ട്, ആ സർവീസസിനൊക്കെ കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഗുഡ് വില്ല്, പേറ്റൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഇതൊക്കെ കൂടുതലാണെങ്കിൽ അല്ലേ, പ്രൊമോഷൻ എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യം വരും അല്ലേ. ആ കൂടുതൽ ക്യാപിറ്റൽ അവർ റേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ റേസ് ചെയ്ത ക്യാപിറ്റൽ അവരധികം ബിസിനസ്സിന് വേണ്ടിയല്ല യൂട്ടിലൈസ് ചെയ്യുന്നത്, ആ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്, പ്രൊമോഷൻ എക്സ്പെൻസസിന് വേണ്ടിയാണ്. പ്രൊമോഷൻ എക്സ്പെൻസസ് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം, പക്ഷേ ബിസിനസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെയും വരികയും ചെയ്യുന്നു. ശരിക്കും എങ്ങനെയായിരിക്കും ആക്ച്വലി എന്തായിരുന്നു സംഭവിക്കുന്നത്, അവിടെ കൂടുതൽ ഫണ്ട് അവർ കളക്ട് ചെയ്യുന്നു, പക്ഷെ അത് അവർക്ക് ബിസിനസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഫലമായിട്ട് എന്തായിരിക്കും, ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. ദെൻ തേർഡ് വൺ, over estimation of future earnings. In order to charge high fees, sometimes promoters overestimate the future earnings, but the actual earnings may be much lower than these estimated earnings. This results in over capitalization of company. ചില സമയത്ത് പ്രൊമോട്ടേഴ്സ് ഈ ഫ്യൂച്ചർ ഏണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഹൈ ചാർജസ് അല്ലെങ്കിൽ ഹൈ ഫീസൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ ഫ്യൂച്ചർ ഏണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ ഫ്യൂച്ചർ ഏണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറവ് മാത്രമേ ഏണിങ്സ് കിട്ടുന്നുള്ളൂ എങ്കിൽ അത് ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു.
എന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സ് ഫ്യൂച്ചർ ഏണിങ്സ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും, പക്ഷേ ആക്ച്വൽ ഏണിങ്സ് അതിനേക്കാളും കുറവാണെങ്കിൽ അതും എന്താ ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് കമ്പനി ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. During inflation, the prices are rising. Hence, the company has to pay high price for purchasing the assets. When the inflation is over, the prices of assets come down to their normal level. Thus, the actual value of assets will be far below their cost. The company will step into overcapitalization. ഇവിടെ പറയുന്നത് ബിസിനസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ പീരീഡിലാണെങ്കിൽ, ഇൻഫ്ലേഷൻ പീരീഡ് നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും നമുക്ക് പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പം ഹൈ പ്രൈസിൽ വേണം അസറ്റ് പർച്ചേസ് ചെയ്യാൻ. ഇൻഫ്ലേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എന്ന് വെച്ചാൽ നോർമൽ സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേനും ഈ അസറ്റിൻ്റെ പ്രൈസൊക്കെ നോർമൽ പ്രൈസ് ആവും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതിനോ ഒരു അസറ്റ് അതിനേക്കാളും കൂടുതൽ റേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും, അത് ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. കാരണം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ബിസിനസ് ഫോം പർച്ചേസ് ചെയ്തിരിക്കുന്ന അസറ്റ് കൂടുതൽ റേറ്റിനുള്ള അസറ്റാണ് പർച്ചേസ് ചെയ്തത്, പക്ഷേ അതിൻ്റെ റേറ്റ് അത്ര ഇല്ല താനും. അപ്പം അതിന് ആ സമയത്ത് എന്തായിരിക്കും ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഇനാഡിക്വേറ്റ് ഡിപ്രീസിയേഷൻ. If the company does not make sufficient provision for depreciation and replacement of asset, the book value of asset will be high, but the real value of asset will be low. The efficiency of the company will fall. The earnings capacity also falls. As a result, market value of shares falls. ഇവിടെ പറയുന്നത് ഇനാഡിക്വേറ്റ് ഡിപ്രീസിയേഷൻ ആണ്. ബിസിനസ് ഫേം കറക്റ്റായിട്ട് ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ആ ബിസിനസ് ഫേമിന് എന്തായിരിക്കും, അവരുടെ ബുക്ക് വാല്യൂ കൂടുതലായിരിക്കും. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഡിപ്രീസിയേഷൻ ഓരോ വർഷം നമ്മൾ ആ അസറ്റിന് ചാർജ് ചെയ്യുകയാണ്. ചാർജ് ചെയ്യുമ്പം ഓരോരോ വർഷം കഴിയുമ്പോഴും ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് നമ്മൾ എഴുതുന്ന അസറ്റിൻ്റെ വാല്യൂ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞുള്ള വാല്യൂ ആണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ അസറ്റിൻ്റെ വാല്യൂ കുറച്ചാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല എങ്കിൽ അസറ്റിന് ഉള്ള വിലേനേക്കാളും കൂടുതൽ വിലയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇത് എഫിഷ്യൻസി ഓഫ് ദ കമ്പനിയുടെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. കാരണം കമ്പനിയിൽ അസറ്റിൻ്റെ വാല്യൂ ഹൈ വാല്യൂ ആണ്, പക്ഷേ ശരിക്കും അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ അത്രയും ഇല്ല. അപ്പോൾ ആ അത്രയും ഹൈ വാല്യൂ ഉള്ള ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നമ്മുടെ ബിസിനസ് ഫേമിന് കിട്ടാതെ വരുന്നു. എന്ന് വെച്ചാൽ ആ ബിസിനസ് ഫേമിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. എഫിഷ്യൻസി കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിന് കുറവ് വരുന്നു. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസും കുറവ് വരുന്നു. അത് എന്തായിരിക്കും ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. ദ നെക്സ്റ്റ് വൺ, ലിബറൽ ഡിവിഡൻഡ് പോളിസി. ലിബറൽ ഡിവിഡൻഡ് പോളിസി. സംടൈംസ് കമ്പനീസ് പേ ഡിവിഡൻഡ് അറ്റ് ഹൈ റേറ്റ് വിത്തൗട്ട് കീപ്പിംഗ് പ്രോഫിറ്റ്. നോ ഡൗട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിൽ ഗോ അപ്പ്. But this is only for the time being. After sometimes the company does not have fund to replace obsolete assets. This forces the company to borrow money at a high rate of interest. That leads to reduced earnings and ultimately to overcapitalization. ഇവിടെ പറയുന്നത് ലിബറൽ ഡിവിഡൻഡ് പോളിസി എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് ലിബറൽ പോളിസി എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കേസാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റും അവർ റിസർവായിട്ട് മാറ്റി വെക്കാതെ, റീറ്റെയിൽ ഏണിങ്സ് ആയിട്ട് മാറ്റി വെക്കാതെ മുഴുവൻ പ്രോഫിറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് വാല്യൂ ഷെയർസ് ഹൈ ആയിരിക്കും അല്ലേ, കൂടുതലായിരിക്കും. പക്ഷേ ബിസിനസ് ഫേമിന് പെട്ടെന്നൊരു ഫണ്ടിൻ്റെ ആവശ്യം വരികയെന്ന് വിചാരിക്കുക, എന്തെങ്കിലും അസറ്റ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയോ എല്ലാം ബിസിനസ് ഫേമിന് ഫണ്ട് ആവശ്യമാണെങ്കിൽ ബിസിനസ് ഫേമിൻ്റെ റിസർവിൽ ഫണ്ടൊന്നും കാണുകയില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം, ബിസിനസ് ഫേം ബോറോ ചെയ്യണം, ഫണ്ട് ബോറോ ചെയ്യണം. അതും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്ത് ബോറോ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഏണിങ്സ്, ബിസിനസ് ഫേമിൻ്റെ ഏണിങ്സ് കുറവായിട്ട് വരും. മാർക്കറ്റ് വാല്യൂ ഷെയർസ് വീണ്ടും കുറയാനുള്ള സാധ്യത വരും. ദിസ് ലീഡ്സ് ടു ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. ദ നെക്സ്റ്റ് വൺ, ഹൈ റേറ്റ്സ് ഓഫ് ടാക്സാഷൻ.
if the rate of taxation is high, the company does not have much profit to provide for depreciation, replacement and dividend. This adversely affect the earning capacity. This may lead to overcapitalization. ഇവിടെ പറയുന്നത് ഹൈ റേറ്റ് ഓഫ് ടാക്സാക്ഷൻ അല്ലേ, ബിസിനസ് ഫേമിന് കൂടുതൽ ടാക്സാക്ഷൻ അല്ലേ എന്ന് വെച്ചാൽ കൂടുതൽ ടാക്സ് നമ്മൾ കൊടുക്കേണ്ട ഒരു കേസിലാണെങ്കിൽ ബിസിനസ് ഫേമിന് ഡിപ്രീസിയേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് അതുപോലെ തന്നെ ഡിവിഡൻ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടാവുകയല്ല. ഡിപ്രീസിയേഷന് വേണ്ടി പ്രോഫിറ്റ് മാറ്റി വെക്കാൻ പറ്റുമല്ല, റീപ്ലേസ്മെൻറ്റിന് വേണ്ടി പ്രോഫിറ്റ് മാറ്റി വെക്കാൻ പറ്റുമല്ല, ഡിവിഡൻറ്റിന് വേണ്ടിയൊക്കെ പ്രോഫിറ്റ് മാറ്റി വെക്കാൻ പറ്റുമല്ല. കാരണം കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ ടാക്സ് ഉള്ള കേസിൽ. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, ബിസിനസ് ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. ഇപ്പോൾ ഹൈ റേറ്റ് ഓഫ് ടാക്സാക്ഷനും ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ്ലി ബോറോയിങ്. If a company borrows a large amount of capital at a rate of interest higher than the rate of earnings, company will be overcapitalized. A major part of earnings will be taken away by creditors as interest. Hence, the rate of dividend will fall. Market value of shares would also fall. ഇവിടെ പറയുന്ന കോസ്റ്റ്ലി ബോറോയിങ് ആണ്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേം ഫണ്ട് റേസ് ചെയ്യുന്നത് കൂടുതൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ, കൂടുതൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ കമ്പനി ഓവർ ക്യാപിറ്റലൈസേഷൻ കാരണമാകുന്നു. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിന് ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് കളക്ട് ചെയ്യുന്നത് നമുക്കറിയാം, ഒന്നെങ്കിൽ എന്തായിരിക്കും ഡിബെഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഡിബെഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കേസ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും ബിസിനസ് ഫേമിൻ്റെ അല്ലേ ഏണിങ്സിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. നെക്സ്റ്റ് വൺ, ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. ദെൻ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ മേ കമ്പൽ എ കമ്പനി ടു ബോറോ ക്യാപിറ്റൽ അറ്റ് വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സൂണർ ഓർ ലേറ്റർ ദ കമ്പനി വിൽ ഫോൾ വിതിൻ ദ ട്രാപ്പ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിന് ഫണ്ട് ആവശ്യമാണെന്ന് വിചാരിക്കുക. ബിസിനസ് ഫേമിന് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫണ്ട് ഇല്ല എങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്, അവർ കൂടുതൽ ഫണ്ട് ബോറോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ ബോറോ ചെയ്യുന്നത് ചിലപ്പം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൊക്കെ ആണെങ്കിൽ അത് വഴിയായിട്ട് കമ്പനിയുടെ റേറ്റ് ഓഫ് ഏണിങ്സിനെ ബാധിക്കും. അത് ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാകുന്നു. അപ്പോൾ ഇത്രയുമാണ് കോസസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. കോസസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഓവർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ. തേർഡ് വൺ, ഓവർ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ഏണിങ്സ്. ഫോർത്ത് വൺ, പ്രൊമോഷൻ ഓഫ് കമ്പനി ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ദെൻ ഇനാഡിക്വേറ്റ് ഡിപ്രീസിയേഷൻ. ദെൻ സിക്സ്ത് വൺ, ലിബറൽ ഡിവിഡൻഡ് പോളിസി. ദെൻ സെവൻത് വൺ, ഹൈ റേറ്റ് ഓഫ് ടാക്സാക്ഷൻ. ദെൻ എയ്റ്റ് വൺ, കോസ്റ്റ്ലി ബോറോയിങ്സ്. ദെൻ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇത്രയുമാണ് കോസസ് ഓഫ് over capitalization.